ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ് 1 എന്നുള്ള നമ്മുടെ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എന്തെല്ലാമാണ് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി സർവേയിൽ നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ നമ്മുടെ സിലബസ് വെച്ചുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ നോക്കിയിരുന്നു ബേസിക്കായിട്ടുള്ള ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ്, എന്താണ് ക്വാണ്ടിറ്റി സർവേയർ, എന്താണ് എസ്റ്റിമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ റോഡ് വർക്കിൻ്റെ എസ്റ്റിമേഷൻ കാൽക്കുലേഷൻസാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്യാനുള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പുതിയതായിട്ട് മനസ്സിലാക്കേണ്ട ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. കുറച്ച് ഡെഫിനേഷൻസ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഇതിൽ മിക്കവാറും നമുക്ക് അറിയാവുന്ന ടേംസ് തന്നെ ആയിരിക്കും. പുതിയ ചില കാര്യങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത് ക്വാണ്ടിറ്റി എന്നുള്ള ടേം തന്നെയാണ്. നമ്മൾ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയുടെ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം എന്താ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. വട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ മെഷേർഡ് ഫ്രം ഡ്രോയിങ് ഓർ സൈറ്റ്. അതായത് ഒരു സംഗതിയുടെ എത്ര എമൗണ്ട് അതുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളൊരു കൺസ്ട്രക്ഷൻ പരമായി പറയുകയാണെങ്കിൽ ഒരു കോൺക്രീറ്റ് വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എത്ര ക്വാണ്ടിറ്റി, എത്ര M³ കോൺക്രീറ്റ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാളിൽ സീറ്റ്സ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ചെയേഴ്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ക്വാണ്ടിറ്റിയാണ്. നമ്പേഴ്സ് അത് ക്വാണ്ടിറ്റിയാണ്, എത്ര ചെയേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് എത്ര അളവുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര അളവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു ടേം എഴുതിയിരിക്കുന്നത് ക്വാളിറ്റി എന്നാണ്. ക്വാണ്ടിറ്റി സർവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് ക്വാളിറ്റി അനാലിസിസ് നമ്മളെപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കിൽ കാര്യമായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വെൽ സെറ്റായിട്ടുള്ളൊരു കമ്പനി, ഒരു നല്ല രീതിക്ക് നടക്കുന്ന കമ്പനിയാണെങ്കിൽ അവിടെ ഒരു ക്വാളിറ്റി സർവേയറും ക്വാണ്ടിറ്റി സർവേയറും അതേമാതിരി ക്വാളിറ്റി സർവേയർ അല്ലെങ്കിൽ ക്വാളിറ്റി അനാലിസിസ് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഒരു എത്രമാത്രം നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് പറയുന്നത്, ക്വാളിറ്റി ഇറ്റ് ഈസ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഓർ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോർഷൻ ആൻഡ് ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നന്നാവണമെങ്കിൽ എന്തായിരിക്കണം, അത് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ നന്നായിരിക്കണം. അല്ലേ, നല്ല കോൺക്രീറ്റ് ആവണമെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റിൽ എന്തൊക്കെ ഉണ്ട് നമുക്കറിയാം. അല്ലേ, കോൺക്രീറ്റിൽ ഉള്ള കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, അതേപോലെ സിമൻറ്റ്, അതെല്ലാം നല്ല വാട്ടർ എല്ലാം നല്ല ക്വാളിറ്റിയിലാകുമ്പോഴാണ് നല്ല കോൺക്രീറ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടീനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ക്വാളിറ്റി എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേ ചെയ്യുന്ന ആൾ ചിലപ്പോൾ ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ആക്ട് ചെയ്യാറുണ്ട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമുക്ക് ക്വാളിറ്റി എന്നുള്ള ടേമല്ല, ക്വാണ്ടിറ്റി എന്നുള്ള ടേമാണ് നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്താണ്? ക്വാണ്ടിറ്റി സർവേയിങ് ഇറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്, അറൈവിങ് റേറ്റ്സ് ആൻഡ് ദസ് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. ക്വാണ്ടിറ്റി സർവേയിങ് ഉള്ളതിൽ ഉൾപ്പെടുന്നത് ഇതാണ്. ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം, അത് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു വർക്കിൻ്റെ ക്വാണ്ടിറ്റി, ഇപ്പോൾ പറഞ്ഞ പോലെ എത്ര അളവ് അതുണ്ട് എന്ന് കണ്ടുപിടിക്കുകയും അതിന് എത്ര റേറ്റ് വരും, എത്ര എക്സ്പെൻസ് അതിനാവും, എത്ര ചിലവ് വരും, അതിന് എന്ത് വില വരും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് മാത്രമേ നമ്മളെ ടേമിലുള്ളൂ. പക്ഷേ നമ്മൾ എന്തുകൂടി കണ്ടുപിടിക്കുന്നുണ്ട്, റേറ്റും കൂടി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണിത് ക്വാണ്ടിറ്റി സർവേയിങ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീൽഡാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി വരിക, ഒരു വർക്ക് എത്ര അളവിൽ ആ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എത്ര വില വരും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ എന്താണിത്, ക്വാണ്ടിറ്റി സർവേ ചെയ്യുന്ന ആൾ നമ്മളെന്ത് വിളിക്കും, അതാണ് അടുത്ത് എഴുതിയത്, ക്വാണ്ടിറ്റി സർവേയർ. എ പേഴ്സൺ ഹു പ്രാക്ടീസ് ദ പ്രൊഫഷൻ ഓഫ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് വർക്ക് ഓർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ക്വാണ്ടിറ്റി സർവേയർ. ക്വാണ്ടിറ്റി സർവേ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അത് പ്രൊഫഷനാക്കി എടുത്തിരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുക. എപ്പോഴും നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തുണ്ടാവും, ഒരു ക്വാണ്ടിറ്റി സർവേയർ ഉണ്ടാവും. ചിലപ്പോൾ സൈറ്റ് എഞ്ചിനീയർ ആയിരിക്കും ക്വാണ്ടിറ്റി സർവേയറായിട്ട് ആക്ട് ചെയ്യുക. ചില കമ്പനികളിൽ സെപ്പറേറ്റ് ക്വാണ്ടിറ്റി സർവേയർ, ക്വാളിറ്റി അനാലിസിസ്റ്റൊക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അത് ചെയ്യേണ്ടി വരും. നമ്മളെല്ലാം ക്വാണ്ടിറ്റി സർവേയറും ക്വാളിറ്റി സർവേയറൊക്കെ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താണ്
ഒരു ക്വാണ്ടിറ്റി സർവേ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റിപ്പീറ്റഡായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റി സർവേയർ. ഒരു ക്വാണ്ടിറ്റി സർവേയർ ആവുകയാണെങ്കിൽ അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും, എന്തെല്ലാം ക്വാളിറ്റീസ് അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് ഈ ഷുഡ് ഏബിൾ ടു റീഡ് പ്ലാൻസ് ആൻഡ് മാർക്ക് ദം ഓൺ ഗ്രൗണ്ട്. അതായത് ഒരു പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്ക് വേണം, അല്ലേ. പിന്നെ അതേ ആൾക്ക് സൈറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു ഐഡിയാസ് അയാൾക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മോഡേൺ കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സായിട്ട് അയാൾ ഫെമിലിയർ ആയിരിക്കും. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്, നമ്മൾ ചിലപ്പോൾ ഒരു മോഡേൺ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിന് എത്ര കോസ്റ്റ് വരും, അതിനെന്ത് അത് എവിടെ നിന്ന് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് കറക്റ്റായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് അയാൾക്ക് തയ്യാറാക്കാം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് വരും എന്നുള്ള റേറ്റ് അയാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ അതുവഴി ഷുഡ് ഹാവ് തറോ നോളജ് അബൌട്ട് കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ. ഒരു കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് എങ്ങനെ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യും, പിന്നെ നമ്മൾ എർത്ത് വർക്ക് ചെയ്യും, പിന്നെ നമ്മളെന്ത് ചെയ്യും ഫൂട്ടിങ്, അതായത് ബേസ്മെൻറ്റ് തറ കെട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ, അതായത് വാളും വിൻഡോസും ഡോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ കോൺക്രീറ്റ് ചെയ്യുക. അങ്ങനെയുള്ളൊരു പ്രൊസീജിയർ കറക്റ്റ് എന്ത് ചെയ്യണം അയാൾക്ക് അറിയണം. ആ പ്രൊസീജിയറെ കുറിച്ച് അയാൾ വലിയ അവെയറായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് എക്സ്പീരിയൻസ് വേണം, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പിന്നെ പറയുന്നത് ഷുഡ് ബി വെൽ അക്യുറേറ്റ് ഇൻ വർക്ക്, അതായത് കറക്റ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരിക്കണം. അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് അയാൾക്കുണ്ടായിരിക്കണം. അതായത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തെറ്റിച്ച് കഴിഞ്ഞാൽ, അല്ലെ, കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ, അല്ലേ, മര്യാദയ്ക്കുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാത്ത വ്യക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റേറ്റൊക്കെ തെറ്റായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ വർക്ക് എന്തായിരിക്കും, അത് നഷ്ടമായി തീരും, അല്ലേ. അതുകൊണ്ട് അയാളുടെ കാര്യങ്ങൾ എന്തായിരിക്കണം, അത് അക്യുറേറ്റ് ആയിരിക്കണം. അയാൾ കറക്റ്റായിട്ട് കാൽക്കുലേഷൻസൊക്കെ ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം എന്നാണ് മറ്റൊന്ന് പറയുന്നത്. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് അയാൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു മെറ്റീരിയലിന് എന്ത് ചിലവ് വരും, അത് എവിടെ നിന്ന് അവൈലബിൾ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് അയാളുടെ അടുത്തൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. പിന്നെ ഒരു ക്വാണ്ടിറ്റി സർവേയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് പ്രധാനപ്പെട്ടതായിട്ട് കാര്യം പ്രിപ്പറേഷൻ ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. BOQ എന്ന് പറയുന്നത് നമ്മളെ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഓരോ സാധനത്തിൻ്റെയും സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്പെസിഫിക്കേഷനുള്ള ഐറ്റം അത് ഇത്ര ക്വാണ്ടിറ്റി വരുന്നു, ആ ക്വാണ്ടിറ്റിക്ക് ഇന്നതാണ് അതിൻ്റെ റേറ്റ്, ആ റേറ്റ് പ്രകാരം ഇത്ര രൂപ വരും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതിനാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുക. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വർക്കിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ബില്ല് ചെയ്യുന്നതിനെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. അതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈമറി ഡ്യൂട്ടി നമുക്ക് പറയാം. പിന്നെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് കറക്റ്റ് അളവിലാണോ കാര്യങ്ങൾ പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി തന്നെയാണോ പോകുന്നത്. പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റി, ചില കേസുകളിൽ ക്വാളിറ്റി ചെക്കും ഒരു സർവേയറുടെ ഡ്യൂട്ടി ആയിട്ട് വരും. ഒരു ക്വാളിറ്റി ചെക്കിന് മറ്റൊരാൾ സ്റ്റാഫ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി ചെക്ക് വേറെ സർവേയർ ചെയ്യേണ്ടി വരും. അതാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അടുത്ത് കമ്പ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് വർക്ക് ഡൺ വിത്ത് അഗ്രിമെൻറ്റ് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്ത് അത് പ്രകാരമുള്ള അഗ്രിമെൻറ്റ് ഒരു വർക്കേഴ്സുമായിട്ട്, നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്, സബ് കോൺട്രാക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഒരാളെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ മേസൺറി വർക്ക്, അതായത് കല്ല് കെട്ടുന്ന പണിയാണ്, പടവിൻ്റെ പണിയാണ് നമ്മൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് സൈറ്റിൽ വർക്ക് നടക്കുമ്പോൾ അത് ആ ഏൽപ്പിച്ചിരിക്കുന്ന റേറ്റ് പ്രകാരം തന്നെയാണ് വർക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് എക്സ്പെൻസ് ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അയാൾ ചെക്ക് ചെയ്യണം. അതും അയാളുടെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിവൈസ്ഡ് ബില്ല് ചിലപ്പോൾ റിവൈസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ചിലപ്പോൾ റിവൈസ് ചെയ്യേണ്ടി വരും. അതായത് എന്തെങ്കിലും പ്ലാനിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരികയാണ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വരും, കൂടുതൽ എമൗണ്ട്, കൂടുതൽ റേറ്റ് നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഒരു റിവൈസ്ഡ് ബില്ല് ഉണ്ടാക്കുക. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ടിങ് വർക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത വർക്കുകൾ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സമയത്തൊക്കെ ഒരു റിവൈസ്ഡ് ബില്ല് ഉണ്ടാക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ടെക്നിക്കൽ ഒരു അഡ്വൈസ് കൊടുക്കുന്നതും കൂടി ഒരു ആളുടെ ക്വാണ്ടിറ്റി സർവേയുടെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഹെഡിങ്ങിൽ പറയുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്.
എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്താണ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റി സർവേനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ക്വാണ്ടിറ്റി സർവേയുടെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ചെയ്യുക, അയാൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, അതേമാതിരി റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക, അതാണ് അയാളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എസ്റ്റിമേഷൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എന്താ എസ്റ്റിമേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. The estimation and costing of any structure is defined as the process of determination of quantities of work from quantities of items of work and cost of completion. ഒരു വർക്കിന് എത്ര എമൗണ്ട്, എത്ര ക്വാണ്ടിറ്റി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, അതിന് എത്ര റേറ്റ് വരുന്നത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് പറയുന്നത് എന്താണ്, സോ ദ എസ്റ്റിമേഷൻ ഓഫ് പ്രൊജക്റ്റ് ഈസ് ദ ഫോർകാസ്റ്റ് ഓഫ് ദ പ്രൊബബിൾ കോസ്റ്റ്. എത്ര ചിലവ് വരും എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. അത് ഭാവിയിലുള്ള വരുന്ന റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രൊസീജിയറാണെന്ത് ഈ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എസ്റ്റിമേഷൻ ചെയ്തുകൊണ്ടുള്ള ഗുണം? ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് എസ്റ്റിമേഷൻ ഈസ് ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എസ്റ്റിമേറ്റിംഗ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് എസ്റ്റിമേറ്റ് ഈസ് നോൺ ആസ് എസ്റ്റിമേറ്റിംഗ്. ആ ടേം കൂടി മനസ്സിലാക്കുക, എസ്റ്റിമേറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, എസ്റ്റിമേറ്റിംഗ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എസ്റ്റിമേറ്റ് കൊണ്ടുള്ള ഗുണം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു എന്താണ്, ഓൾറെഡി അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ട്, അത് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന് എത്ര ചിലവാകും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാലേ എന്തുള്ളൂ, നമുക്ക് വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇത്ര ബഡ്ജറ്റ് നമുക്ക് വേണം, അത്ര പൈസ നമ്മുടെ കയ്യിലായിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി ഇത്ര പൈസ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാൻ സാധിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എസ്റ്റിമേറ്റ് എന്താ പറയുന്നത്, എസ്റ്റിമേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കമ്പ്യൂട്ടേഷൻ ഓർ കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫിനിഷ്ഡ് ഐറ്റംസ് ഓഫ് വർക്ക് ആൻഡ് കോസ്റ്റ്. മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്, ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത പറയുന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റിമേറ്റ് ഈസ് ടു നോ ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് കോസ്റ്റ് ബിഫോർ ആക്ച്വൽ എക്സിക്യൂഷൻ. അതായത് കറക്റ്റ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കിയിരിക്കണം, ഇതിന് എത്ര മെറ്റീരിയൽ വേണം, എത്ര ലേബേഴ്സ് വേണം, എത്ര എമൗണ്ട് ചിലവാകുന്നതിനെല്ലാം കൂടി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ നടത്താൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് സഹായിക്കുന്നൊരു കാര്യമാണെന്ത്, ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ഇടുന്നത്. നമുക്കറിയാം, കുറച്ച് പേരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ത്, നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എത്ര ചിലവാകും എന്നൊക്കെ നമ്മൾ സർക്കാരിലേക്ക് ഒരു പ്രൊജക്റ്റ് കൊടുക്കുക, അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്, ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ അതിന് എത്ര ചിലവ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ പ്രൊജക്റ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് എന്താ പറയുക, എസ്റ്റിമേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റിംഗ്. ആ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എസ്റ്റിമേറ്റിംഗ് എന്ന് പറയാം. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ റിക്വയർമെൻറ്റ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നുണ്ട്. അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, ഇത് വർക്ക് തുടങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുക, അങ്ങനെ നമ്മൾ ചെയ്യും അല്ലേ. നമ്മൾ ഇപ്പോൾ പറഞ്ഞു ക്വാണ്ടിറ്റി സർവേയുടെ വർക്ക് എന്താണ്, ചെയ്യുന്ന വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ് പോകുന്നതൊക്കെ അയാൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓൺ സൈറ്റിൽ അയാൾ മെഷർമെൻറ്റ് എടുക്കേണ്ടി വരും. അതായത് ബില്ല് കൊടുക്കാൻ, വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ, ഇത്ര എമൗണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തു, ഞങ്ങൾക്ക് ഇത്ര പൈസ വേണമെന്ന് പറയാനും എന്തെണ്ടി വരും, അയാൾ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കുക. അപ്പോൾ എന്തൊക്കെല്ലാം സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത പറയുന്നത് റിക്വയർമെൻറ്റ്സ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ്. ഒരു ഒന്നാമത്തെ പറയുന്നത് ഡ്രോയിങ് ആണ്. ഡ്രോയിങ്ങിൽ പറയുന്നത് ഡ്രോയിങ് കൺസിസ്റ്റ് ഓഫ് പ്ലാൻ, ക്രോസ് സെക്ഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് വേണം. അത് പ്രധാനമായിട്ട് പ്ലാനാണ് നമുക്ക് ആവശ്യം വരിക. പിന്നെ ക്രോസ് സെക്ഷൻ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ക്രോസ് സെക്ഷൻ എത്ര ഹൈറ്റിൽ വരും, ഇപ്പോൾ സ്റ്റെയർ ആണെങ്കിൽ സ്റ്റെയർ എത്ര ഹൈറ്റിൽ വരും, എത്ര ലാൻഡിങ്സ് അതിന് വരുന്നുണ്ട് ഒക്കെ അറിഞ്ഞാലേ അതിൻ്റെ കോൺക്രീറ്റിന് വരുന്ന ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളുടെ സെക്ഷൻസ് വേണം, പ്ലാൻ വേണം, അതേപോലെ ഡയമെൻഷൻസ്, ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് കറക്റ്റ് എത്ര ലെങ്ത്തിൽ, എത്ര ബ്രെഡ്ത്തിൽ, എത്ര ഡെപ്തിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നാലാണ് അത് ത്രൂ ഡ്രോയിങ്സ് നമുക്ക് ആ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഡ്രോയിങ്സാണ് പ്രധാനമായിട്ടൊന്നും ആവശ്യമുള്ളത്. അടുത്ത സ്പെസിഫിക്കേഷനാണ്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു, നമ്മൾ ക്വാളിറ്റി ഓഫ് വർക്ക് തീരുമാനിക്കുന്ന സ്പെസിഫിക്കേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത് ക്വാളിറ്റിയിലുള്ളതാണ്, ഏത് ടൈപ്പ്. നമ്മൾ കോൺക്രീറ്റ് പഠിക്കുകയാണെങ്കിൽ പല ടൈപ്പിൽ കോൺക്രീറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ അളവ്, നമുക്കിപ്പോൾ നമ്മളിപ്പോൾ മെറ്റൽ, മണൽ, അതേമാതിരി സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കാം അല്ലേ. അത് നമുക്ക് പല അളവിലിടാമല്ലോ.
പല അളവിൽ മെറ്റലും പല അളവിൽ മണലും പല അളവിൽ സിമെൻറ്റും ഇടാമല്ലോ. അതിൻ്റെ പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ പല അളവിൽ ഇടുമ്പോൾ അതിൻ്റെ റേറ്റ് എന്തായിരിക്കും, പല പോലെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് എത്ര അളവിലാണ് ഇട്ടത്, ഓരോന്ന് എത്ര അളവിലാണ് ഇട്ടത്. അപ്പോൾ ഓരോ അതും അളവ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ക്വാളിറ്റിയും മാറും, ഈ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയും മാറും. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ അത് എത്ര അളവിലാണ് ഓരോന്നും കൊടുത്തുള്ളത്, ഏത് ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റ് ആണെന്നുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അതേപോലെ നമ്മളിപ്പോൾ സാനിറ്ററി ഫിറ്റിങ്സ്, ബാത്റൂമിലൊക്കെ ഫിറ്റിങ്സ് വെക്കുകയാണെങ്കിൽ അത് പല റേറ്റിൻ്റെ ഉണ്ടല്ലോ, നമുക്ക് തന്നെ അറിയുന്നുണ്ടാവും. പല കടയിലും പോയി നോക്കിയാൽ ഒരേ സാധനം തന്നെ. ഇപ്പോൾ ഒരു വാഷ് ബേസിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പല വിലയുടെ വാഷ് ബേസിൻ അല്ലേ. ചെറിയ 5000 രൂപ തൊട്ടിട്ട് നമുക്ക് ലക്ഷങ്ങൾ വരെ വിലയുള്ള വാഷ് ബേസിൻസ് പോലും നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സ്പെസിഫിക്കേഷൻ, എന്നാലേ നമുക്ക് റേറ്റ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് സ്പെസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് റേറ്റാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എത്ര വില വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ റേറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ പലയിടത്തും റേറ്റ് നോക്കിയാൽ പല പോലെയല്ലേ. അപ്പോൾ അതിനെന്ത് വേണം, നമുക്ക് കറക്റ്റ് ഒരു റേറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേണം അല്ലേ. അതിൻ്റെ കാര്യമാണ് റേറ്റിൽ പറയുന്നത്. വേരിയസ് മെറ്റീരിയൽസ് ആൻഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ലേബർ ഇൻവോൾവ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ ആർ അവൈലബിൾ ഇൻ സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. ഈ സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത് ഒരു കോഡ് ബുക്ക് പോലുള്ള കാര്യമാണ്. ഇയർലി അതെന്ത് ചെയ്യും, റിവൈസ് ചെയ്യും, പുതിയ ക്വാണ്ടിറ്റി റേറ്റുകൾ ആഡ് ചെയ്യും. ഇങ്ങനെ സ്റ്റാൻഡേർഡ് അതിൽ എന്തുണ്ടാവും, ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റ്, അതേപോലെ ചെയ്യുന്ന ലേബേഴ്സിന് എത്ര കൂലി കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ചിലവ് എത്ര വരും എന്നുള്ളത്, ഒരു ടൈപ്പ് ഓഫ് വർക്കിന് എത്ര ലേബേഴ്സ് വരും എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആസ് പെർ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്നുള്ള ആ ഒരു ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിൻ്റെ റേറ്റ് കണക്കാക്കുക. അപ്പോൾ എന്തുണ്ടാവും, എല്ലായിടത്തും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് വരും, അല്ലെങ്കിൽ പലയിടത്തും പല റേറ്റ്, ഓരോ സ്ഥലത്തിനനുസരിച്ച് റേറ്റ് മാറും. ഓക്കെ, അതിന് അതിൻ്റേതായ പാരാമീറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ അതിൻ്റെ ഇൻഡെക്സുകളുണ്ട്, ഓരോ സ്ഥലത്തിനനുസരിച്ച് ഇൻഡെക്സുകളുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഓരോ സാധനത്തിൻ്റെ റേറ്റുകൾ എവിടെ കൊടുത്തിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഇസ് അപ്രൂവ്ഡ് ബൈ കൺസേൺ എഞ്ചിനീയറിംഗ് അതോറിറ്റി എവരി ഇയർ. കൺസേൺഡ് എഞ്ചിനീയറിംഗ് അതോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് എന്ന് മനസ്സിലാക്കുക, ഒരു ഡാറ്റ ബുക്ക്. അതിന്നാണ് നമ്മൾ ഓരോന്നിൻ്റെയും റേറ്റ് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ജസ്റ്റ് എന്താണ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ളത് മാത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 3 ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ പറയുക. 1 അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്, 2 ഡീറ്റെയിൽ എസ്റ്റിമേറ്റ്, 3 അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സാധനത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ്, ഷെഡ്യൂൾ ഓഫ് റേറ്റ് പ്രകാരമുള്ള റേറ്റ് കൊടുത്തിട്ട് എത്ര റേറ്റ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതിനാണ് അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ടെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ പേരുകൾ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.